പ്രിൻസ് ആൻഡ് ഫാമിലി ഡയറക്ടഡ് ബൈ ബിൻഡോ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ലൊരു പടം, നല്ലൊരു സിനിമ തന്നെയാണ്. പ്രിൻസ് എന്ന് പറയുന്നത് സീറോ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് കയറിയതാണ്. ആ ഒരു സീറോ എക്സ്പെക്ടേഷൻസ് പൂർണ്ണമായിട്ട് നേരെ നിർത്തേണ്ടിയിരുന്നു ഫസ്റ്റ് ഹാഫ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സ്ക്രിപ്റ്റിൽ എവിടെയും ഒരു എന്താ പറയുക, അതിലെ അതായത് ഈ സിനിമന്റെ തുടക്കത്തിൽ ആസ് യൂഷ്വൽ ദിലീപ് ഒരു എന്താ പറയുക, പെണ്ണ് കിട്ടാതെ നടക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കുറെ പ്രായമായി, വീട്ടിൽ അനിയന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ക്ലീഷേ സാധനം. അത് അങ്ങനെ പോയിരുന്നു. അതായത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു പടി ബാക്കിലായിരുന്നു സിനിമ. ഒന്നാമത് എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് കയറിയത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, സെക്കൻഡ് ഹാഫും ഒരു സമയം വരെ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ ദിലീപിന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സമയം കൂടി ആ ഒരു ബോറിംഗ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗ് തോന്നുന്ന രീതിയിൽ തീരെ ഒരു ക്യാരക്ടേഴ്സിനോട് ഒരു ഇമോഷനും തോന്നാതെ അങ്ങനെ പോയിരുന്നു സിനിമന്റെ ഒരു സമയം വരെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലും കുറച്ചൊരു സമയം അങ്ങനെ പോയി എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സിനിമ എൻഗേജിങ് ആയിരുന്നു. അതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രശ്നവും തീർത്ത്, സത്യം പറയണമെങ്കിൽ. പിന്നെ പിന്നെയാണ് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് ഞാൻ ഇതിന് മുന്നേ മറ്റേ ഇപ്പൊ എന്തായാലും സർക്കിട്ട് സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഫീൽ ഗുഡ് മൂവി സിനിമകൾ എന്ന് പറയുമ്പോൾ ഇമോഷണലി ഒരു ക്യാരക്ടർ സഞ്ചരിക്കണ സമയത്ത് ആ ക്യാരക്ടറൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റണം ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിന് കിണ്ണം കാറ്റിയ പെർഫോമൻസ് ദിലീപ് ഇതിൽ പുറത്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതായത് ഒരു സമയത്ത് ദിലീപിന്റെ ആ ഒരു ഇമോഷണൽ ആ ഒരു അഭിനയം കണ്ട് ഞാൻ നല്ല മനസ്സിൽ തട്ടണം അത്യാവശ്യം സീനുകൾ ഈ സിനിമന്റെ പേസിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ തട്ടണ രംഗങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത് ദിലീപിന്റെ പെർഫോമൻസ്. ദിലീപ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പെർഫോമൻസ് ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും. അപ്പൊ ഒരു സിനിമന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലോഗർ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സെൻസേഷൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതാണ് ദിലീപ്. അവിടെ നിന്നാണ് പടം തുടങ്ങുന്നത്. അത് കല്യാണം കഴിഞ്ഞ പാട് അത്യാവശ്യം അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ചത്തെടുക്കുകയാണ്. അവിടെ അപ്പോഴൊന്നും കൊണ്ടുവന്നില്ല. പിന്നീട് സ്ക്രിപ്റ്റ് ചട്ടക്കൊട്ടഞ്ഞാൽ നീക്കും. അവിടുന്ന് സിനിമ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നു. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഇതേപോലത്തെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ എന്നുള്ളതല്ല, ഇതേപോലെ ഇമോഷണലി ഹുക്ക് ചെയ്യണം. അങ്ങനത്തെ നമ്മൾ പറയില്ല പഴയ അങ്ങനത്തെ പടങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പടം, അങ്ങനത്തെ ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പണ്ട കാലങ്ങളിലൊക്കെ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്ന മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല മൂവീസ്, മമ്മൂട്ടി, ലാലേട്ടനും മറ്റെന്താ പറയുക ദിലീപ് ഒക്കെ ചെയ്തിരുന്ന മൂവീസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിപ്പം മിസ് ചെയ്യുന്ന മൂവീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പക്ഷെ ആ സിനിമ ഒരു ഇഷ്ടപ്പെടുന്ന പറയുമ്പോഴും ഈ സിനിമന്റെ ഫസ്റ്റ് ഹാഫ് എന്തിനങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായി. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ക്ലീഷേ സാധനം, ഒന്നുമില്ല, ചിരിക്കാൻ ഒന്നോ രണ്ടോ സീനുകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ സിനിമ ഇങ്ങനെ അങ്ങനത്തെ മലർന്ന് കെട്ടിക്കുക ഫസ്റ്റ് ഹാഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ എക്സ്പെക്ടേഷൻസ് വെച്ച് കയറിയിട്ട് പോലും എനിക്ക് ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ അടുത്ത് ഒരാൾ ഇരുന്നിരുന്നു, ആള് പോയി ഇന്റർവെല്ലേ, പക്ഷെ ആൾക്ക് മിസ്സായി. സാധനം കിടക്കുന്ന സെക്കൻഡ് ഹാഫിലായിരുന്നു. അതാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ സിനിമ മുഴുവനും കാണണം, അതാണ്ടാ പറയുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും ഇപ്പൊ ഞാൻ വിചാരിച്ചത് ആ സിനിമ അങ്ങനെ പോണ സമയത്ത് പെണ്ണ് കിട്ടാൻ നടക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടണം, ദിലീപിന്റെ കല്യാണത്തോടുകൂടി സിനിമ ചെയ്യുന്ന വിചാരിക്കും. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള ഒരു സ്ക്രിപ്റ്റ് കുറച്ചും നല്ല രീതിയിൽ ആഴത്തേക്ക് പോകുന്നത് ദിലീപിന്റെ ഇതിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. ഞാൻ അവസാനിക്കുന്നു വിചാരിച്ചിട്ടാണ് സിനിമന്റെ കഥ തുടങ്ങുന്നത്. മനസ്സിലായില്ല. പിന്നെ ഇതിൽ വന്നിട്ടുള്ള മറ്റേ മഞ്ജു, അതേപോലെ തന്നെ പിന്നെ മറ്റേ സിദ്ദീഖ്, ബിന്ദു പണിക്കര്, പിന്നെ ധ്യാൻ വെറുതെയാണ്. ധ്യാൻ ആസ് യൂഷ്വൽ വെറുതെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ധ്യാൻ മിക്ക സിനിമകളിലും വെറുതെയാണല്ലോ ധ്യാന്. ധ്യാന്റെ പിന്നും ഒരു നല്ലൊരു എന്തോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ എന്തോ പറഞ്ഞ സിനിമയുടെ പിന്നും എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ഉള്ളത്. പക്ഷേ ഈ സിനിമയിൽ ആസ് യൂഷ്വൽ ധ്യാന്റെ ഒരു 100 പടങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ 100 സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 100 സിനിമ 150 സിനിമയിലും ധ്യാൻ വെറുതാവും, ഈവൻ നായകനാണെങ്കിൽ പോലും. അപ്പൊ ഇതില് ധ്യാന് മറ്റേ ദിലീപിന്റെ അനിയനായിട്ടാണ് പെർഫോം ചെയ്യുന്ന ഒന്നുമില്ല. ആ ധ്യാൻ എന്തിനാണ് ധ്യാനെ ഇതിലേക്ക് കൊണ്ടുവന്നത്? കാരണം ധ്യാൻ ഒന്നില്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ഇതിലേക്ക് വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ പോരെ. ഇത് ധ്യാനം വെറുതെ അതിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 7 സീനിലായിട്ടുണ്ട് ആകെ ധ്യാന്. അതിൽ ഏറ്റവും സ്ക്രീൻ ടൈം കുറഞ്ഞിട്ടുള്ള ആക്ടർ ധ്യാനാണ് ഇതിന്. മനസ്സിലായില്ല. പിന്നെ ധ്യാനെ കുറച്ച് ചില കാരണക്കാണ് പറഞ്ഞു വിടും, പിന്നെ ധ്യാനപ്പം ഫീലില്ലാതായി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട്, അതായത് മറ്റേ ദിലീപിന്റെ വൈഫായിട്ട് അഭിനയിച്ച് ആദ്യമൊക്കെ നല്ല വെറുപ്പിക്കലായിരുന്നു. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ക്യാരക്ടറാണ്, അത് വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ്. അത് ആ ആക്ട്രസിന് ചിലപ്പോൾ നല്ല നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്, വെറുപ്പിക്കല് എന്ന് പറഞ്ഞത്. കാരണം ആ ആക്ട്രസ് ഇങ്ങനെ വന്നിട്ട് കുറെ ഒച്ചുമൂലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാരെ എന്തൊരു വെറുപ്പിക്കലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ക്യാരക്ടർ അങ്ങനെയാണ്. ക്യാരക്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിന് അഭിനയം അറിയാത്തതുകൊണ്ട് വരുന്ന വെറുപ്പിക്കലല്ല, അത് ക്യാരക്ടർ അങ്ങനെ ആയതാണ്. അഭിനയം അറിയാന്നുള്ളത് സിനിമ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ഇമോഷണൽ സോങ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരു നോർമൽ സോങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇതിൽ ഇമോഷണൽ സോങ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്, കിട്ടുന്ന സാധനം. അതേപോലെ തന്നെ BGM, അത് ആദ്യമൊക്കെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അതിങ്ങനെ ക്ലീഷേ കണ്ടന്നെ നമ്മൾ ദിലീപിന്റെ മറ്റേ പാവി ക്യാരക്ടറുണ്ടല്ലോ, അതിൽ ഈ പെണ്ണ് കിട്ടാതെ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് ആണെന്ന് വരെ തോന്നിപ്പോയി. അതേപോലെ ഈ സിനിമ ഒരു സമയം വരെ പോയിരുന്നു. അപ്പൊ ഞാൻ ആ BGM, നമുക്ക് വലിയ BGMന് പണിയില്ലല്ലോ അവിടെ, ക്ലീഷേ സാധനം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്, എന്തിട്ടാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല, കണ്ടന്നെ ഇരുന്ന് കാണല്ലേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു സമയത്തേക്ക് സിനിമ കിടക്കുന്ന സമയത്ത്
ഈ ആ വരുന്ന ഒരു ബീജം ഉണ്ട് കിഡ് വരും. സത്യം പറയുന്നത് നല്ല രസം. അതിൽ പ്രത്യേകിച്ച് ആ മഞ്ജു ഉണ്ടല്ലോ, മഞ്ജു പിള്ള എന്ന് തന്നെയാണ് തോന്നുന്ന പേര് ആക്ട്രസിന്റെ. മുപ്പത്തേര് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കുമോ, എന്താ പ്ലോട്ട് ഞാൻ പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് ദിലീപ് ആരാന്ന് ചോദിക്കും. ദിലീപ് ആരാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആരാന്ന് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ഒരു വെപ്രാളം കാണിക്കുന്ന സമയത്ത് മഞ്ജു പിള്ളയിൽ പറഞ്ഞിട്ട് എന്റെ അനിയനാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്തുള്ള ഒരു ബിജിഎം ഉണ്ട്, നമ്മുടെ മനസ്സിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു അമ്പെടുത്ത് കയറണ പോലെ നമുക്കുള്ളൂ. അതാണ് ഇതിന്റെ ബിജിഎം. മനസ്സിലായില്ല. അത് അതിന്റെ മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്ര അധികം അത്യാവശ്യം നല്ല രീതിയിൽ ബോറടി എന്ന് പറയുമ്പോൾ ഇത് കണ്ട തന്നെ കാണും. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലോട്ടിക്ക് വരികയാണെങ്കിൽ ഇത് ബോറടി അല്ല. ഇത് പെണ്ണ് കിട്ടാതെ ഇങ്ങനെ നടന്നു എത്ര ദിലീപ് ഇതിന് മുന്നേ ഞാനല്ല ചെയ്തത്. അപ്പോ അങ്ങനത്തെ ഒരു ഒരു ഇറിറ്റേഷൻ സിനിമന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ബിജിഎം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ശരിക്കും കിണ്ണം കാഴ്ച സാധനങ്ങൾ അതിലേക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ ബിജിഎമ്മിന്റെ ഭാഗത്ത് നിന്ന്. ഈവൻ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ദിലീപ് വന്നിട്ടുള്ള എല്ലാവരും, ഞാൻ പറയാം ഇതിന്റെ മെയിൻ ഹീറോയിൻ ഉണ്ടല്ലോ, ഹീറോയിൻക്ക് ചിലപ്പോൾ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അത് ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ ബിന്ദു പണിക്കര്, സിദ്ദീഖ്, അവർക്ക് ഈ ബിന്ദു പണിക്കർക്ക് അങ്ങനെ അഭിനയിച്ച് മറിക്കാനുള്ള ഇല്ല. സിദ്ദീഖിന് ഇതൊരു ഇമോഷണൽ സീൻ ചെയ്യാണ്ട്. സിദ്ദീഖിനെ അറിയാലോ, ഇമോഷണൽ സീൻ എന്ന് വെച്ചാൽ കിണ്ണം കാഴ്ച ആക്ടിങ് സിദ്ദീഖ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആരും ആകെ എനിക്ക് തോന്നുന്നു വേസ്റ്റ് ആയിട്ട് പോയൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജാന്റെയാണ്. ജാൻ അതിനെടുത്ത് ഒഴിവാക്കിയ പോലെ മറ്റു കാനഡയെ കണ്ടത് ഇനി മതി. ജാൻ അഭിനയിച്ചത് ലെറ്റിലാണ്. ഞാൻ സിനിമ ഞാൻ ഒഴിവാക്കിയപ്പോൾ ഒരു ഫീൽ എനിക്ക് വന്നത്. കാരണം ധ്യാനിന്റെ പകരം വേറൊരു ആക്ടർ അല്ലെങ്കിൽ അത് ഇതേപോലെ അറിയപ്പെടുന്ന ആക്ടർ ഇതിൽ വന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഇതുപോലെ സീരിയലിന്റെ ഒരു ആക്ടറിനെ ഒഴിവാക്കണ പോലെ ഒഴിവാക്കണം ഫീൽ എനിക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമയിലെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ഫാമിലി മൂവിയാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ ഒരിക്കലും പറയും. അപ്പൊ ഈ സിനിമയിൽ വന്നു പോയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു നൈസ് പടം കണ്ടു കഴിഞ്ഞൊരു ഫീൽ. ഈ സിനിമ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം അല്ല, സിനിമന്റെ പകുതിയിൽ എന്ത് കിട്ടി, ഫസ്റ്റ് ഹാഫിൽ എന്ത് കിട്ടി, ഞാൻ പിന്നെ റിവ്യൂ ചെയ്യുമ്പോൾ വേർതിരിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ടെക്നിക്കലി ഈ ഒരു പടം നൈസാണ്. പക്ഷെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നിന്ന് ഒരു സമയം കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു മൂവി ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു പടം തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം വെച്ചാൽ ശരിങ്ങാം.